IITian ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? എങ്ങനെയാണ് ഈ IITയിൽ ഒരു അഡ്മിഷൻസ് നേടിയെടുക്കുക എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് മക്കളെ ഇത് മൊത്തം നിങ്ങൾ കാണണം ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പം 10th കഴിഞ്ഞ് നിൽക്കുന്ന എൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് നമ്മളുടെ JEE 2027 ആണ്. അതായത് നിങ്ങളുടെ IIT ഡ്രീംസ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു JEE 2027 നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 10ാം ക്ലാസ് മുതൽ, അതായത് നിങ്ങൾ 10th കഴിഞ്ഞ് ഇനി +1 കടക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ +1 +2ൻ്റെ കൂടെ JEE കൂടെ പഠിച്ച് ആൻഡ് 2027 നിങ്ങൾക്ക് ഒരു IIT അഡ്മിഷൻസ് നേടിയെടുക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 10th to IIT റോഡ് മാപ്പ് ആണ് എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 11th തൊട്ടേ പഠിച്ചു തുടങ്ങേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ചിന്തിക്കും 11th അതുപോലെ തന്നെ 12th ഒക്കെ ബോർഡ്സ് പഠിച്ചു പോവാം, ഇനി അവസാന സമയത്ത് നമ്മുടെ എക്സാം വരുന്ന സമയത്ത് നമുക്ക് പഠിച്ചെടുക്കാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അത് വളരെ ഒരു പൊട്ടത്തരമാണെന്ന് തന്നെ മിസ് പറയേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, JEE എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു എക്സാമാണ്. അഥവാ നമ്മളുടെ ടോപ്പ് ആയിട്ടുള്ള, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IITs എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻസ് നേടിയെടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ നിലവാരം എന്ന് പറയുന്നതും അത്രയും വലുതായിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് JEE എക്സാം ഇത്രയും ടഫ് ആവുന്നത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഒരിക്കലും നമുക്കൊരു കിട്ടാക്കനി ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. നമുക്ക് നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് IIT എന്ന് പറയുന്നത്. IITയിൽ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീമിൽ കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ കോമ്പറ്റീഷൻസ് കൂടി വരികയാണ്. ഓരോ വർഷവും 2 ലക്ഷത്തിലധികം കുട്ടികളാണ് JEE എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് JEE ആസ്പിറൻസിൻ്റെ എണ്ണം കൂടുന്നു, സോ കോമ്പറ്റീഷൻ കൂടുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സാം ടഫറാവും. ഇനി എങ്ങനെ നമ്മൾ JEEക്ക് പഠിച്ചു തുടങ്ങണം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യമാണ് നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു JEE ജേർണി എന്ന് പറയുന്നത്, JEE 2027 എന്ന് പറയുന്നത് നിങ്ങൾ നേരിടാൻ പോകുന്നത് 2 എക്സാമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മിസ് ഓൾറെഡി എന്താണ് JEE, എന്തൊക്കെയാണ് എക്സാംസ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ മക്കളെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ JEE 2027. അപ്പോൾ JEE 2027 നിങ്ങൾ നേരിടാൻ പോകുന്ന 2 എക്സാമുകളാണ്. ആദ്യത്തെ എക്സാമാണ് നമ്മുടെ JEE മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. ഈ JEE മെയിൻസ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് NITs അതുപോലെ തന്നെ IIITs അതുപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ തന്നെയാണിവ. അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE മെയിൻസിന് നല്ലൊരു റാങ്ക് കിട്ടി കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. ഇനി IIT ആണ് ഡ്രീം എന്നുണ്ടെങ്കിൽ നിങ്ങൾ JEE മെയിൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന എക്സാമാണ് JEE അഡ്വാൻസ്ഡ് എക്സാം. ആ JEE അഡ്വാൻസ്ഡ് എക്സാമിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു സ്കോറോട് കൂടെ പാസ്സായി നിങ്ങൾക്ക് നല്ലൊരു റാങ്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ IITസിലെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ റാങ്ക് അനുസരണം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? IITസിലേക്ക് അഡ്മിഷൻസ് കിട്ടാൻ ചെയ്യുക. സോ നമ്മൾ നേരിടേണ്ടത് ഇത്രയും കാര്യമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിനെ പറ്റിയിട്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇനിയുള്ള നമ്മുടെ ചാനലുകളിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇനി നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്, ഒരുപാട് കുട്ടികൾക്ക് JEE എക്സാം നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ JEE പ്രിപ്പറേഷൻസിൽ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ആദ്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കുറച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോർഡ്സിൻ്റെ തിരക്കൊക്കെ വരുന്നത് കാരണം തന്നെ അവർ ബോർഡ്സിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. JEE എന്ന് പറയുന്ന ഡ്രീം അവിടെ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ചെയ്യുക. അങ്ങനെ നിങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുക. അത്രയാണ് പറയാനുള്ളത്. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു IITian ആവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴേ മിസ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞുതരാം. സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. ആൻഡ് നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് IITian ആവുക എന്നാണെങ്കിൽ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്ത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്കൊരു IITian ആവണം. യെസ് മിസ്, ഐ നീഡ് ടു ബി അൻ IIT അല്ലെങ്കിൽ ഒരു IITian ആവണം എന്നുള്ളത് താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു IITian ആവണം എന്നുള്ള ആഗ്രഹം
നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരണം. അതിനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോച്ചിങ് സെൻറ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു തരുന്നുണ്ട്. എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു റൂട്ടീൻ എങ്ങനെ ബിൽഡ് ചെയ്യും, ഒരു JEE ആസ്പിരൻറ്റിൻ്റെ റൂട്ടീൻ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു JEE പ്രിപ്പറേഷൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10th കഴിഞ്ഞ് +1 പോകുമ്പോൾ JEEയുടെ സിലബസ് എന്ന് പറയുന്നത് +1 +2 സിലബസ് തന്നെയാണ് അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ +1 ബോർഡ്സ് പഠിച്ചു തുടങ്ങുന്നതിനോടൊപ്പം കൂടെ തന്നെ നമ്മൾ JEE കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ലെക്ചേഴ്സിൽ പഠിപ്പിക്കുന്നത് അത് ഒരക്ഷരം പോലും വിടാതെ നിങ്ങൾ അത്രയും ശ്രദ്ധയോടുകൂടെ കേട്ട് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡ് ദി സിലബസ് ആൻഡ് മേക്ക് എ പ്ലാൻ. നിങ്ങൾ പഠിക്കാനുള്ള സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. +1 +2 സിലബസ് അല്ലേ, അത് തന്നെയാണ് ബേസിക്കലി സിലബസ്. അത് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് NCERTൻ്റെ ഒരു ബേസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു വേദ പുസ്തകം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സോ ആ ഒരു NCERT ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 കാര്യങ്ങളിലും നിങ്ങൾക്ക് NCERT അരച്ച് കലക്കി കുടിക്കുന്ന രീതിയിലുള്ള ഒരു ബേസ് അവിടെ സ്ട്രോങ് ആക്കി വെച്ചേ പറ്റുള്ളൂ. NCERT നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മുക്കും മൂലയും നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു മുക്കും മൂലയും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ കോൺസെപ്റ്റുകളും അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ആ കോൺസെപ്റ്റ് പഠിച്ചെടുക്കണം. അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് പിന്നെ പ്രാക്ടീസ് ചെയ്യാം എന്നൊന്നും വിചാരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഓരോ കോൺസെപ്റ്റും പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സമയം കണ്ടെത്തി എന്ത് ചെയ്യണം, റെഗുലർലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് വേണം അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കോൺസെപ്റ്റും നിങ്ങളുടെ ബേസും സ്ട്രോങ് അല്ല എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചു പോവുക. ഇതാണ് ബേസിക്കലി നിങ്ങളുടെ ഒരു JEE എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് JEE പ്രിപ്പറേഷനെ ആദ്യം നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ലെക്ചറൊക്കെ നന്നായിട്ട് കേൾക്കുക. അപ്പോൾ സ്കൂൾസിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് റിസോഴ്സസ് നിങ്ങൾക്കുണ്ട്. ഒരു ലെക്ചർ മനസ്സിലായില്ലെങ്കിൽ അടുത്ത ലെക്ചറിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നിങ്ങൾ എക്സാമിനർ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തന്നെ ബോർഡ്സിൻ്റെ ലെക്ചേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ക്ലിയർ കട്ടായിട്ട് പഠിച്ചിട്ട് പോവാണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോൾ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രത്യേകിച്ച് +1 മക്കളാകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചും കൂടെ സമയമൊക്കെ എടുക്കും. സോ ഈ ഒരു വെക്കേഷൻ സമയം നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണുള്ളത്. ഒന്ന് 10ാം ക്ലാസ്സൊക്കെ നന്നായിട്ട് എഴുതി കഴിഞ്ഞേ ഉള്ളൂ, ഇനി ഒരു 2 മാസം ഞാൻ അങ്ങ് റെസ്റ്റ് എടുത്തേക്കാം, എന്നിട്ട് നമുക്ക് +1 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല IIT. ഓക്കെ, എൻജോയ് ചെയ്യേണ്ട എന്നൊന്നും മിസ് പറയുന്നില്ല. പക്ഷേ +2നോടൊപ്പം നിങ്ങൾ JEE ക്രാക്ക് ചെയ്യണം. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് JEEൻ്റെ റിപ്പീറ്ററിനൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. പക്ഷേ +2നോട് കൂടെ നിങ്ങൾക്ക് IIT ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ JEE ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള റിസോഴ്സുകളുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാം. അതിനുള്ള ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപാട് ലെക്ചേഴ്സ് ഉണ്ട്, കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തുടങ്ങണം. നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ, കാരണം ഒരുപാട് പേര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ JEE എക്സാമിന് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പുറകിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങുക. JEEയുടെ മൊത്തത്തിൽ പഠിച്ചെടുക്കണം എന്നല്ല, മെല്ലെ മെല്ലെ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ച് നേരത്തെ തുടങ്ങുക. ഇപ്പം നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ, അതായത് നമ്മളുടെയൊക്കെ ആണെങ്കിലും ഈ മന്ത് തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങളും അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക. ബേസ് NCERTയുടെ സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് എന്താണ് നമ്മൾ ചെയ്യുക ഈ ഒരു സമയത്ത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക.
എന്നിട്ട് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ +1 +2 എന്താ പഠിക്കേണ്ടതെന്ന് പോലും എൻ്റെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ +1 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ +1ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ജസ്റ്റ് യൂട്യൂബിൽ അടിക്കുക എന്തൊക്കെയാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്, JEE ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിന് ടൈം ടേബിൾ ഇടുക, ദിവസവും ഇത്ര മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ആൻഡ് കൃത്യമായിട്ടുള്ള റിസോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എവിടെ നിന്നൊക്കെ പഠിക്കണം, ഏതൊക്കെ ബുക്സ് ഞാൻ റെഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കാം. മിസ് ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ബുക്സാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി കോച്ചിങ്ങിൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോച്ചിങ് എടുക്കാം, ഓൺലൈൻ കോച്ചിങ് എടുക്കാം. ഓഫ് കോഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു JEE എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനിൽ ഒരു JEE കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് പോവുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക, JEE ബാച്ചിൽ ജോയിൻ ചെയ്യുക, വീട്ടിലിരുന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഓഫ്ലൈൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല റിസൾട്ട് വരുന്ന നല്ല ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിവുണ്ട്, അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പോയിട്ട് ഇരുന്ന് അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണ്, ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് ഓൺലൈൻ കോച്ചിങ്, അതായത് സെൽഫ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൺലൈൻ ആയിട്ടുള്ള പ്രോപ്പർ JEE കോച്ചിങ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ. ഓക്കെ. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നല്ല ബുക്ക് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് സ്റ്റഡി റിസോഴ്സസ്, അതായത് സ്റ്റഡി സോഴ്സസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലെക്ചേഴ്സ് വരും, അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ആ കാര്യങ്ങൾ, അതായത് കൃത്യമായിട്ട് ലെക്ചർ കേൾക്കുന്നു, അതിൻ്റെ ബുക്ക് റിസോഴ്സസ് വെച്ച് പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ആ കോച്ചിങ് സെൻറ്റർ ആണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് വർക്ക് ഷീറ്റ്സ് തരും, അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു മിനിമം സ്റ്റഡി അവേഴ്സ്, ഞാൻ ഒരു ദിവസം ഇത്ര മണിക്കൂർ എനിക്ക് ഈ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കും എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർക്കുക. ആൻഡ് മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് നന്നായിട്ട് JEE ഒക്കെ ക്രാക്ക് ചെയ്ത് ഏതെങ്കിലും മെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് മെൻറ്റർഷിപ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെസ്റ്റ് സീരീസുകൾ ചെയ്യാം. ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും പ്രോപ്പറായിട്ട് ടെസ്റ്റ് സീരീസുകൾ എടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ബുക്ക് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ JEEക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സാണ് മിസ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കണം. JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്സ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒന്നാമത്തേത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ NCERT, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ NCERT ആണ്. ആൻഡ് ഫിസിക്സ് ആണ് നിങ്ങൾ നോക്കുന്നത്. ഫിസിക്സിൻ്റെ ബെസ്റ്റ് ബുക്സ് ആണ് നോക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും HC വർമ്മയും DC പാണ്ഡെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ആൻഡ് കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് ഒന്ന് MS ചൗഹാനും N അവസ്തി ആൻഡ് NCERT. ഇത്രയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യാം. ആൻഡ് മാത്സ് നോക്കുകയാണെങ്കിൽ RD ശർമ്മയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബേസിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. സെറ്റാക്കാൻ RD ശർമ്മ യൂസ് ചെയ്യാം. ആൻഡ് JEE ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സെൻഗേജ് യൂസ് ചെയ്യാം. ഇത്രയും ബുക്സാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് റെഗുലർ ഇൻട്രവെല്ലിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങളൊരു 2 ഇയേഴ്സിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാനുള്ള എന്തുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങൾക്കുള്ളതാണോ JEE, അല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം കൂടെ കൊടുത്തു കഴിഞ്ഞ് റിപ്പീറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യം. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് JEE മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ JEE അഡ്വാൻസിന് വേണ്ടി നല്ല ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ് JEE അഡ്വാൻസ്ഡ് ആൻഡ് യു ക്യാൻ ബിക്കം an IITian. ഓക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ആൻഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ നല്ലൊരു ഓൺലൈൻ ബാച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിനുണ്ട്, യോധ ബാച്ച് ഉണ്ട്. നമ്മളിതാ ഈ ഒരു മെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് JEE ബാച്ച്. അപ്പോൾ JEEൻ്റെ
നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സസ് കൃത്യമായിട്ട് കിട്ടും. അതേപോലെ തന്നെ ജെയിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ജെയ് വർക്ക്ഷീറ്റ്സ്, ഒരുപാട് വർക്ക്ഷീറ്റ്സ്, എക്സാമുകൾ എല്ലാം, ടെസ്റ്റ് സീരീസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബാച്ചിലുണ്ടാവും. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 7,999 ആണ്. ആൻഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. ആൻഡ് 10th നിന്നും IIT 2027 JEE എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടീവ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ നാളെ എന്ന് പറഞ്ഞു പോകാതെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.